ദിലീപും മമത മോഹൻദാസും ചേർന്ന് അഭിനയിച്ച കോമഡി എന്റർടൈനറാണ് ടു കൺട്രീസ്. ഈ ഫിലിം ഡയറക്ട് ചെയ്തിരിക്കുന്നത് ഷാഫിയാണ്. ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് റാഫിനുമാണ്. ടു കൺട്രീസ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് രജപുത്ര രഞ്ജിത്ത് ആണ്. രജപുത്ര വിഷ്വൽ മീഡിയയുടെ ബാനറിൽ. ഉല്ലാസ് എന്ന ക്യാരക്ടറിനെയാണ് ദിലീപ് അവതരിപ്പിക്കുന്നത്. ഈ ഫിലിമിൽ ഒരു കെയർ ഫ്രീ ലേസി യങ് മാൻ ആയിട്ടാണ് ഉല്ലാസ് എത്തുന്നത്. സ്വന്തം നാട്ടിൽ അത്യാവശ്യം കുറുമ്പുകളൊക്കെ കാണിച്ച് ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യനാണ് ഉല്ലാസ്. ഉല്ലാസിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു ഫോറിൻ കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകണം എന്നുള്ളത്. അതിനായിട്ട് ഉല്ലാസ് ഒരു കാനഡ ബേസ് മലയാളി പെൺകുട്ടിയായ ലയയെ കല്യാണം കഴിക്കുന്നു. ലയ എന്ന ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത് മമത മോഹൻദാസ് ആണ്. അങ്ങനെ രണ്ടുപേരും കാനഡയിലേക്ക് പറക്കുന്നു. അതിനുശേഷം ഉല്ലാസും ലയയും ഫേസ് ചെയ്യുന്ന ഇൻസിഡൻസും പ്രശ്നങ്ങളും ഒക്കെയാണ് ടു കൺട്രീസ് എന്ന സിനിമയുടെ കഥ. ഉല്ലാസ് എന്ന ക്യാരക്ടറിനെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ദിലീപ് പോർട്രേ ചെയ്തിരിക്കുന്നത്. ദിലീപിന്റെ എക്സെപ്ഷണൽ കോമിക്കൽ ടൈമിംഗ് കൊണ്ട് തന്നെ ഈ ക്യാരക്ടർ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ ആക്ടർ അല്പസ്വല്പം ഓവർ പെർഫോം ചെയ്തോ എന്ന് നമുക്ക് തോന്നാനും സാധ്യതയുണ്ട്. പൊതുവെയുള്ള ദിലീപിന്റെ ഒരു ഫ്ലെക്സിബിൾ ആക്ടിംഗ് സ്കിൽസ് ഇടയ്ക്കൊക്കെ നമുക്ക് ഈ ഫിലിമിൽ മിസ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. ലയ എന്ന ക്യാരക്ടറിനെ മമത മോഹൻദാസ് ബ്രില്യൻ്റ് ആയിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഫിലിമിൽ ബ്രില്യൻ്റ് കോമിക് ടൈമാണ് മമതയുടേത് എന്ന് എടുത്തു പറയാതെ നിവർത്തിയില്ല. ഇവരുടെ രണ്ടുപേരുടെയും ഓൺ സ്ക്രീൻ കെമിസ്ട്രിയും ഒരുപാട് അഭിനന്ദനം അർഹിക്കുന്നതാണ്. മുകേഷ്, ലെന, വിജയരാഘവൻ, മക്രാന്ത് ദേശ്പാണ്ഡെ, അശോകൻ, ജഗതീഷ്, റാഫി, അജു വർഗീസ്, ശൃന്ദ, വിനയ് പ്രസാദ്, ഇഷ തൽവാർ എന്നിവരൊക്കെയാണ് മറ്റ് കാസ്റ്റിൽ എത്തുന്നത്. ഷാഫി എന്ന ഡയറക്ടറിന്റെ ഒരു പെർഫെക്റ്റ് കംബാക്ക് തന്നെയാണ് ടു കൺട്രീസ് എന്ന് പറയുന്ന ഈ ഫിലിം. പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഫിലിമിന്റെ വെൽ റിട്ടൺ സ്ക്രീൻ പ്ലേ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. റാഫി ആണെങ്കിൽ തനിക്കാവുന്ന എല്ലാ പോസിബിൾ കോമിക്കൽ സിറ്റുവേഷൻസും ഈ സ്ക്രിപ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമ കാണുമ്പോൾ ഓൾഡ് ക്ലാസിക്കൽ കോമഡീസിലെ പല സിറ്റുവേഷൻസും എല്ലാവർക്കും ഓർമ്മ വരാൻ സാധ്യത കൂടുതലാണ്. കാനഡയുടെ എക്സ്പ്ലോർ ചെയ്യാത്ത ബ്യൂട്ടിയൊക്കെ സന്താനകൃഷ്ണൻ എന്ന സിനിമാറ്റോഗ്രാഫർ ഭംഗിയായിട്ട് തന്നെ തന്റെ ഫ്രെയിംസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഫിലിമിന്റെ എഡിറ്ററായ വി സാജനും അതുപോലെ തന്നെ ആർട്ട് ഡയറക്ടറായ ജോസഫ് നെല്ലിക്കലും സ്പെഷ്യൽ മെൻഷൻസ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഗോപി സുന്ദറാണ് ഇതിലെ പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറും കമ്പോസ് ചെയ്തിരിക്കുന്നത്. ലിറിക്സ് എഴുതിയിരിക്കുന്നത് BK ഹരിനാരായണനും. ഈ ഫിലിമിലെ ഒരു പാട്ട് നാദർഷയാണ് എഴുതിയിരിക്കുന്നത്. എന്തായാലും ഗോപി സുന്ദറിന്റെ പാട്ടുകളുടെ യൂഷ്വൽ പെർഫെക്ഷൻ ഈ ഫിലിമിന്റെ സോങ്സിനില്ല. എന്നിരുന്നാലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറയുവാണെങ്കിൽ ഒരു കംപ്ലീറ്റ് കോമിക്കൽ എന്റർടൈനർ ആണ് ടു കൺട്രീസ് എന്ന ഈ ഫിലിം.